പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികളായ അനീഷയും ഭവിനും റിമാൻഡിൽ. ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിലാണ് ഫോറൻസിക് സംഘം ആദ്യം പരിശോധന നടത്തിയത്. പരിശോധനയിൽ നവജാത ശിശുവിന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തുടർന്ന് രണ്ടാം പ്രതിയായ ഭവിന്റെ വീട്ടിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. അവിടെ നിന്നും അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള അസ്ഥികൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. അനിങ്കുശ കാര്യങ്ങൾ നടന്ന് ഇപ്പോൾ പോവാണ്. അതെ ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്യുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇരുവരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് ദീപ മോഹന്റെ വീട്ടിലാണ് ഹാജരാക്കിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ 2 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം ചൊവ്വാഴ്ച നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ അവശിഷ്ടം പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം DNA പരിശോധനയ്ക്കായി തിരുവനന്തപുരത്ത് ലാബിലേക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ അയക്കും. പ്രതികളുടെ ലൈംഗിക ശേഷിയും അന്വേഷണ സംഘം പരിശോധിച്ചു. അനീഷ മുമ്പ് ഗർഭം ധരിച്ചതായും പ്രസവിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.